ഇപ്പോൾ നിലവെക്കെന്മേൽ എന്നടി കോപം നീക്ക് 21st പടം റിലീസ് ചെയ്യണേ. ധനുഷ് സാറാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. കഥ എഴുതിയതൊക്കെ സാറാണ്. ഞങ്ങളെല്ലാവരുമാണ് കാസ്റ്റ് മെമ്പേഴ്സ്. അപ്പോൾ ഭയങ്കര രസമുള്ള ഗോൾഡൻ സ്പാരൊക്കെ എല്ലാവരും കേട്ടില്ലേ? യെസ്. അപ്പോൾ അങ്ങനത്തെ ഒരു മൂടുള്ള പടമാണ്. റൊമാൻസും കോമഡിയും നല്ലോണം ഉണ്ട്. പവിഷാണ് ലീഡ് ചെയ്തേക്കുന്നത്, അനിക്കാണ് ഫീമെയിൽ ലീഡ്. പിന്നെ ബാക്കി ഞങ്ങളെല്ലാവരും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിലുണ്ട്. ഭയങ്കര അടിപൊളി പരിപാടിയാണ്. കോമഡി നല്ലോണം ഉണ്ട്. എത്ര പേര് ഇതിൽ സിംഗിൾസ് ഉണ്ട്? സിംഗിൾസ്? ഞാനൊരു സിംഗിളാണ് ഇതിൽ. അപ്പോൾ അത് എല്ലാവർക്കും അതിൻ്റെ റിലേറ്റബിൾ പരിപാടികൾ കുറേ ഉണ്ട് പടത്തിൽ. അപ്പോൾ എല്ലാവരും 21st പോയി കാണുക, അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് അറിയിക്കുക. തമിഴ് പടമാണ്, പക്ഷേ അടിപൊളിയാണ്, പോയി കാണാം. യെസ്, ഓക്കെ, താങ്ക് യു സോ മച്ച്. റൊമാൻസും പറ്റുകയാണെങ്കിൽ പോയി കാണാട്ടാ. ഓക്കെ. ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനാണെങ്കിൽ ലിയോയിലൂടെ ഐ തിങ്ക് ഹിസ് ഡെബ്യൂ നടത്തി. ഇനി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള മൂവി ആണെങ്കിലും ധനുഷ് സാർ പ്രൊഡ്യൂസും ഡയറക്റ്റും ചെയ്യുന്ന ഒരു മൂവിയിൽ ഐ തിങ്ക് ഒരു യങ്സ്റ്റേഴ്സിൽ ഇത്രയും +2 ഇത്രയും ലക്കി ആയിട്ടുള്ളൊരു ആക്ടർ ഉണ്ടോ എന്നുള്ളത് എൻ്റെ സംശയമാണ്. സോ ഡെഫിനറ്റ്ലി ഏറ്റവും കൂടുതൽ വിശേഷങ്ങൾ പറയാനുള്ളത് മാത്യു തോമസിനായിരിക്കും. ലൈക്ക് ടു വെൽക്കം യു. സോ മച്ച്. ഹലോ ഹായ്. താങ്ക് യു സോ മച്ച്. റൊമാൻസ് ഉണ്ടോ എല്ലാവരും? പോരാട്ടാ, പോയി കാണുന്ന